വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ? എടാ മക്കളെ, നിങ്ങൾ അടിപൊളിയായിട്ട് ഇതാ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. മാർവൽ ഓഫ് ദ മാഗ്നറ്റിക് റിലെയിൻ അല്ലെങ്കിൽ കാന്തിക ലോകത്തെ അത്ഭുതം എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ? അല്ല, ഏറ്റവും നിങ്ങൾക്ക് ടഫ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കും എന്നാൽ അത് ഈസി ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. റെഡി? അപ്പൊ നോക്കിക്കോടാ മക്കളെ, നമുക്ക് എല്ലാവർക്കും മാഗ്നറ്റ് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? നിങ്ങൾ ചെറിയ പ്രായത്തിൽ, എനിക്ക് തോന്നുന്നു കുഞ്ഞു പ്രായത്തിൽ തന്നെ മാഗ്നറ്റിന്റെ കുറെ ടോയ്സ് ഒക്കെ വെച്ച് കളിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ മാഗ്നറ്റ് എന്ന് പറയുന്ന സാധനങ്ങളെ ചില സാധനങ്ങളിൽ അട്രാക്ട് ചെയ്യും, ചിലതിനെയാണെങ്കിൽ റിപ്പൽ ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. ചിലത് ഒരേപോലെ ഇപ്പൊ നമുക്ക് ഇരുമ്പൊക്കെയാണ് ഇതിന്റെ അടുത്ത് കൊണ്ടെന്ന് വെച്ചാൽ അപ്പൊ തന്നെ അത് അട്രാക്ട് ചെയ്യും നമുക്കറിയാം. പകരം ഒരു പ്ലാസ്റ്റിക് അവിടെ വെച്ചാൽ ഒന്നും ചെയ്യില്ല. അങ്ങനെ ആകർഷിക്കുന്നതും ആകർഷിക്കാത്തതായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ മാഗ്നറ്റിന്റെ കേസ് നമുക്ക് പറയാനുണ്ട്, നമുക്കറിയാം. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഇന്ന് മിസ് അതല്ല പറയാൻ വന്നത്. മിസ് പറയാൻ പോകുന്നത് നമുക്ക് ഒരേപോലെയുള്ള ഈ മാഗ്നറ്റ്സുകൾ അടുത്ത് കൊണ്ടുവന്നാൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരേപോലെയുള്ള സാധനങ്ങൾ, ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വന്നു വെച്ചാൽ എന്ത് സംഭവിക്കുന്നു നോക്കിക്കോ. ഞാൻ 2 ബാർ മാഗ്നറ്റ് ആണ് എടുത്തത്. ഇവന് ഞാൻ 1 ഇവന് 2 കൊടുത്തു. എല്ലാത്തിനും 2 ധ്രുവങ്ങളുണ്ട്, പോൾസ് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ മക്കളെ? നോക്കടാ, ഒരു മാഗ്നറ്റ് ആണ് ഇതെങ്കിൽ എപ്പോഴും ഒരു ഭാഗം നോർത്തും ഒരു ഭാഗം സൗത്തും ആയിരിക്കും. അത് നമുക്കറിയാലോ. വടക്ക് ഭാഗവും ഉണ്ട്, അതേപോലെ ഈ സൗത്ത് ഭാഗവും ഉണ്ട് അല്ലെ? അപ്പൊ ഏത് മാഗ്നറ്റ് എടുത്താലും നോർത്തും സൗത്തും 2 പോൾസുകൾ അല്ലെങ്കിൽ ധ്രുവങ്ങൾ ഉണ്ടായിരിക്കും. അത് ഭയങ്കര സ്ട്രോങ്ങും ആയിരിക്കും. ഏറ്റവും അറ്റത്തെ ഭാഗം ഭയങ്കര സ്ട്രോങ് ആ. കാരണം എപ്പോഴും നമ്മൾ മാഗ്നറ്റ് എടുത്ത ഒരു സാധനം കൊണ്ടുവയ്ക്കുമ്പോൾ അറ്റത്തേക്കാ കൂടുതൽ അതിനെ ആകർഷിക്കാനുള്ള ടെൻഡൻസി വരാം അല്ലേ? അപ്പൊ ഇതേപോലെയുള്ള മറ്റൊരു മാഗ്നറ്റ് ഞാൻ എടുക്കുകയാണ്. അതിനും നോർത്തും സൗത്തും ഉണ്ടെന്ന് അറിയാം അല്ലെ? ഇവർ ആകർഷിക്കണമെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഒന്നിക്കേണ്ടത്? എല്ലാ ഭാഗവും ഒരേപോലെയാണോ? അല്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ ഒരു ടോം ആൻഡ് ജെറി പോലെയാണ് ഒരു മാഗ്നറ്റിന്റെ കേസ്. ടോം എന്ന് പറഞ്ഞ ജെറിയുടെ എനിമിയാണ് അല്ലെ? പക്ഷെ അത് ഭയങ്കര സ്നേഹമാണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഒന്ന് പൂച്ചയോ ഒന്ന് എലിയാണെങ്കിലും 2 പേർക്കും ഭയങ്കര സ്നേഹം, ഭയങ്കര ഇഷ്ടമാണ് അവര് തമ്മിൽ അല്ലെ? അതേപോലെയാണ് നമ്മുടെ നോർത്തും സൗത്തും പറയുന്നത്. നോർത്തും സൗത്തും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് വന്നാലാണ് അവർ എന്ത് ചെയ്യുക? പരസ്പരം ആകർഷിക്കുക. എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് നോർത്തും സൗത്തും ഒന്നിച്ച് വന്നാൽ മാത്രമേ അവര് പരസ്പരം ആകർഷിക്കുള്ളൂ, അല്ലെങ്കിൽ ആകർഷിക്കില്ല. ക്ലിയർ ആണോടാ? ഒരു മാഗ്നറ്റ് കൊണ്ട് അതിന്റെ ഒരു നോർത്ത് ഭാഗവും അപ്പുറത്തെ ഒരു മാർ മാഗ്നറ്റ് കൊണ്ട് അതിന്റെ സൗത്ത് ഭാഗവും വെച്ചാൽ മാത്രമേ അവർ പരസ്പരം ആകർഷിക്കുന്നത്, അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പണ്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ അണ്ണൻ തമ്പി പറഞ്ഞ സിനിമ. അതില് രണ്ടും മമ്മൂട്ടി ഡബിൾ റോളാ ചെയ്യുന്നേ. അതില് അച്ചുവും കിച്ചു അങ്ങനെ എന്തോ അവരുടെ പേര് എന്തായാലും ആയിക്കോട്ടെ, ഒരേപോലെയാ കാണാനിരിക്കുന്നത്. പക്ഷെ ഇവരെപ്പോഴും അടിയാ. കാരണം ഒരേപോലെ ആകുമ്പോൾ ഇവർക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അടിയാണ്. ഐഡന്റിക്കൽ ട്വിൻസ് ആണ്. അപ്പൊ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അടി, അതിനടി ഇതിനടി പറഞ്ഞിട്ട് ഒക്കെ ഇതിനടിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെന്താണ്? ഈ അണ്ണൻ തമ്പി പോലെയാണ് നമ്മുടെ മാഗ്നറ്റിന്റെ കേസിൽ പറയുമ്പോൾ ഒരേപോലെയുള്ള ധ്രുവങ്ങൾ വരുമ്പോൾ, ഒരേ പോൾസ് വരുമ്പോൾ, എന്ന് വെച്ചാൽ നോർത്തും വരുമ്പോൾ സൗത്തും വരുമ്പോൾ എന്താണ്? ഇവര് തമ്മിൽ അടിയാണ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടും അടിയാ. അവര് പരസ്പരം റിപ്പൽ ചെയ്യാണ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? വികർഷിക്കുകയാണ് ചെയ്യാന്ന് ആലോചിക്കുക. അപ്പൊ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് റിപ്പൽ ചെയ്യുന്നതും ഉണ്ട് അല്ലെ? നോക്കിക്കോ, നോർത്തും സൗത്തും ആണെങ്കിൽ അവര് പരസ്പരം അട്രാക്ട് ചെയ്യുന്നു. പകരം നോർത്തോ സൗത്തോ വന്നാൽ പരസ്പരം റിപ്പൽ ചെയ്യാ. അപ്പൊ മിസ് ഇതിപ്പോ 2 മാഗ്നറ്റ് ആയി നിങ്ങൾ സങ്കല്പിക്കൂ. ഇതിൽ മാഗ്നറ്റ് ഇപ്പൊ ഇല്ല. അപ്പൊ ഈ 2 ടിഷ്യൂ കൊണ്ടിപ്പോ ഇത് നോർത്തും പോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? നോർത്തും പോൾസ് ആണെങ്കിൽ ഇങ്ങനെ പോവും. സൗത്തും ആണെങ്കിലും ഇങ്ങനെ പോവും. അതേസമയം നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ തമ്മിൽ ആകർഷിക്കും. ഇങ്ങനെയാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിൽ വരുന്നത്. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതേപോലെ സാധനങ്ങൾ തന്നെ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഏതൊക്കെയാ ശരി? നിങ്ങൾ തന്നെ നോക്കുക. ABC 2 തന്നിട്ടുണ്ട് അല്ലെ? ഇതിൽ കണ്ടോ? നോർത്തും സൗത്താ. നടപടിയാവോ? ഇല്ല അല്ലെ? കാരണം നോർത്തും സൗത്തും ഒന്നിച്ച് വന്നാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? പരസ്പരം ആകർഷിക്കുള്ളൂ. അപ്പൊ ഇതാണോ ഇത് കറക്റ്റ് അല്ലേ? സൗത്തും നോർത്തും ഉണ്ട്. ആൻഡ് അതേപോലെ ഇവിടെ നോർത്തും സൗത്തും ആണ്. അപ്പൊ ഇത് ഓക്കെ. ഇതാണെങ്കിലും ഓക്കെ. NS കണ്ടോ? നോർത്തും ഉണ്ട് സൗത്തും ഒന്നിച്ചാണ് വന്നേക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ കൊടുക്കുന്ന സമയത്ത് എന്താണ് അടുത്തോട്ട് വരേണ്ടത്? എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നോർത്തും സൗത്തും NS ആണ് അടുത്തോട്ട് വരേണ്ടത്. അട്രാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരുമ്പോൾ NS കണ്ടോ? ഈ സിറ്റുവേഷൻ അട്രാക്ട് ചെയ്യുന്നതാണ്, ആകർഷിക്കുന്ന സന്ദർഭമാണ്. ഇത് വികർഷിക്കും, കാരണം നോർത്തും സൗത്താണ് ഇവിടെ അടുത്തോട്ട് വന്നേക്കുന്നത് അല്ലെ? എപ്പോഴും നിങ്ങൾ അടുത്ത് വരുന്നത് നോർത്താണോ സൗത്താണോ നോക്കുക. ഒരേപോലെയാണെങ്കിൽ അപ്പൊ തന്നെ മനസ്സിലായിരിക്കോ, നോ അത് വികർഷിക്കാണ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആകർഷിക്കും.
അപ്പൊ വ്യത്യസ്ത കാന്തങ്ങളുടെ ഒരേ ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും സെയിം പോൾസിനെ നമ്മൾ എന്ത് പറയും ലൈക്ക് പോൾസ് എന്നും ഡിഫറെന്റ് പോൾസിനെ നമ്മൾ അൺലൈക്ക് പോൾസ് എന്നാണ് പറയാ. എന്ന് വെച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നാണ് പറയാ. സജാതീയ ധ്രുവങ്ങളുണ്ട്, വിജാതീയ ധ്രുവങ്ങളുണ്ട്. സജാതീയ ധ്രുവങ്ങൾ പരസ്പരം വികർഷിക്കും. എന്നുവെച്ചാൽ ഒരേപോലെയുള്ള സാധനങ്ങൾ ലൈക്ക് പോൾസ് ആണ് വന്നെങ്കിൽ നോർത്തും സൗത്തും ആണെങ്കിൽ അവർ പരസ്പരം വികർഷിക്കും. എന്നാൽ അൺലൈക്ക് പോൾസ് നോർത്തും സൗത്തും ആണ് വന്നെങ്കിലോ, മറ്റേ ഞാൻ നോർത്തും സൗത്ത് തന്നെയാണോ പറഞ്ഞത്? സോറി, അങ്ങനെയാണെങ്കിൽ തെറ്റി. നോർത്തും ആണ് വന്നതെന്നുണ്ടെങ്കിൽ റിപ്പൽ ചെയ്യും, സൗത്തും ആണെങ്കിൽ റിപ്പൽ ചെയ്യും. നോർത്തും സൗത്തും ആണ് ഒന്നിച്ച് വന്നതെന്നുണ്ടെങ്കിലാണ് പരസ്പരം അവർ ആകർഷിക്കുക. അപ്പൊ ലൈക്ക് പോൾസ് പരസ്പരം റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് ഈ നോർത്തും സൗത്തും ഒക്കെ ആണെങ്കിൽ അവരാണ് പരസ്പരം എന്ത് ചെയ്യുക മക്കളെ, ആകർഷിക്കുക, അട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക, സെറ്റായിട്ട് പഠിച്ചു വെക്കുക. റെഡി? അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മളെ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ. സീ മക്കളെ, ബൈ ബൈ.